السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ഉംറ എന്ന വാക്കിന്റെ അർത്ഥം സന്ദർശനം എന്നാണ്. അള്ളാഹുവിന്റെ ഭവനം സന്ദർശിക്കുക. അള്ളാഹിന്റെ ഭവനം എന്ന് പറഞ്ഞാൽ കഅബാലയം. പള്ളികളൊക്കെ അള്ളാഹിന്റെ വീടുകളാണ്. കഅബ ബൈത്തുല്ലാഹ് എന്ന പേരിൽ പലയിടങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള മഹത്തായ ഒരു ഗേഹമാണ്. ഖുർആൻ അതിന്റെ എമ്പാടും കാര്യങ്ങൾ ഖുർആനിൽ ഹദീസിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഭവനം സന്ദർശിക്കുകയും അതിനോടനുബന്ധിച്ച തവാഫ്, സഅയ്, മുടി കളയുകയോ വെട്ടുകയോ ചെയ്യുക, അതിന്റെ മുന്നായി അതിനായുള്ള ഇഹ്റാം, ഈ 4 കാര്യങ്ങൾ, ഇതാണ് ഉംറ എന്ന് പറയുന്നത്. ഇനി ഉംറ കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? അത് ഇവിടെയും നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക. സൂറത്തുൽ മാഇദയിലെ യബ്തഗൂന ഫളലം മിർ റബ്ബിഹിം വറിദ്വാന, അള്ളാഹുവിന്റെ ഫളലും റിദ്വാനും തേടിയാണ് പോകുന്നത്. അതുപോലെ തന്നെ കഅബയുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ ഒരുപാട് 10-22 കാര്യങ്ങൾ ഞാൻ ക്ലാസ്സുകൾ വിശദീകരിക്കാറുണ്ട്. മക്കയുടെയും കഅബയുടെയും സവിശേഷതകൾ. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ കിട്ടാനും നേടാനും നമുക്ക് സാധിക്കും. അതൊക്കെ നമ്മുടെ നേരത്തെ പറഞ്ഞ ഫളലിന്റെ ഭാഗമായി നമ്മൾ ലക്ഷ്യം വെക്കേണ്ടതാണ്. അപ്പോ ഹജ്ജിന്റെ നേരത്തെ യാത്രയുടെ മുമ്പ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെയും ഓർക്കണം. ഉംറ നിർബന്ധമാണോ അല്ലേ? 2 അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും. സാധാരണ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഉംറ സുന്നത്തും ഹജ്ജ് നിർബന്ധവും എന്നാണ്. എന്നാൽ അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം ഉംറയും സാധ്യമാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നാണ്. മറിച്ചുള്ള അഭിപ്രായമുണ്ട്. ഇമാം അബൂ ഹനീഫ അതുപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുമുള്ള, ഈ 2 മദ്ഹബിന്റെ ഇമാമുകാരുടെ വീക്ഷണം ഉംറ എന്ന് പറയുന്നത് സുന്നത്ത് മാത്രമേ ഉള്ളൂ, നിർബന്ധമല്ല എന്നാണ്. എന്നാൽ ഇമാം ഷാഫിഈ അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഈ 2 മദ്ഹബുകളുടെ ഇമാമുമാരായ ഈ 2 ആളുകളുടെ വീക്ഷണം ഉംറ സാധ്യമാകുന്നവർക്ക് ഹജ്ജ് പോലെ നിർബന്ധമാണ് എന്നാണ്. ഇത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കപ്പെടുകയോ വിശദീകരിക്കപ്പെടുകയോ ചെയ്യാറില്ല. പലർക്കും അത് അറിയുകയുമില്ല. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ കൊടുത്തിട്ടുള്ള ഒരു തലക്കെട്ട് ബാബു വുജൂബിൽ ഉംറതി വ ഫദ്ലിഹ, ഉംറ നിർബന്ധമാണ് എന്നതിന്റെയും അതിന്റെ ശ്രേഷ്ഠതയെയും സംബന്ധിച്ച അധ്യായം. അപ്പൊ ഇമാം ബുഖാരിയുടെ വീക്ഷണം ഉംറ നിർബന്ധമാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട ചോദ്യത്തിന് ഫത്താവയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി, ഫത്താവ ഇബ്നു ബാസ് 16/355, ഹജ്ജ് പോലെ ഉംറ നിർബന്ധമാകുന്നു എന്നാണ്. ഹജ്ജ് പോലെ നിർബന്ധമാണ് എന്നാൽ ഹജ്ജ് നിർബന്ധമാകുന്നത് പോലെ കാര്യങ്ങൾ ഇവിടെയും ഒത്തുവന്നാൽ ഉംറയും നിർബന്ധമാകുന്നു. ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ അശ്ശർഹുൽ മുംതി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഗ്രന്ഥം, അതിൽ അദ്ദേഹവും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഉംറ നിർബന്ധമാണ് എന്നാണ്. സൗദിയിലെ ഇന്നും നിലനിൽക്കുന്ന ലജ്ന ദായിമ എന്ന ഫത്വ ബോർഡിനോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായും നിർബന്ധമാണ് എന്ന ഫത്വ കൊടുത്ത് കാണാൻ സാധിക്കും. ഇനി ഹദീസിലേക്ക് പോയാൽ ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ റളിയല്ലാഹു അൻഹ, നബിന്റെ ഭാര്യ, ചോദിച്ചു, അല്ലയോ നബിയെ, ഞങ്ങൾക്ക് ജിഹാദ് ഉണ്ടോ? പെണ്ണുങ്ങൾ ജിഹാദ് നടത്തേണ്ടതുണ്ടോ? നബി അതേ എന്ന് പറഞ്ഞു. എന്താ പെണ്ണുങ്ങൾക്കുള്ള ജിഹാദ്? യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളതല്ല. ഇങ്ങോട്ട് തല്ലാൻ വന്നാൽ അങ്ങോട്ട് തല്ലണം, അത് പ്രതിരോധമാണ്. അത് പെണ്ണുങ്ങൾക്ക് നിർബന്ധമാണ്, അത് വേറെ വിഷയം. വീട്ടിൽ തല്ലാൻ വന്നു, വീട്ടിൽ തീരാൻ വന്നു, കള്ളൻ കക്കാൻ വന്നു, പെണ്ണാണെങ്കിലും തിരിച്ചടിക്കാം, തിരിച്ച് കൊല്ലാം, അത് സ്വാതന്ത്ര്യമാണ്, അത് നിർബന്ധമാണ്, പ്രതിരോധം. മറ്റത് യുദ്ധമല്ല. ഇത് യുദ്ധം ഉണ്ടോന്നാ ചോദ്യം. ഉണ്ട്, പക്ഷെ ഏതാണ് ആ യുദ്ധം? നബി പറഞ്ഞു, ലാ ഖിതാല ഫീഹി, യുദ്ധം എന്ന് പറയുന്ന കാര്യമില്ലാത്തൊരു ജിഹാദ് ഉണ്ട്. ആ ജിഹാദ് പെണ്ണുങ്ങൾക്ക് നിർബന്ധമാണ്. ഏതാണ്? അൽ ഹജ്ജു വൽ ഉംറ. ഹജ്ജ് മാത്രമല്ല എണ്ണിയത്, ഹജ്ജിനോടൊപ്പം ഉംറയും എണ്ണി. ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസ് ശൈഖ് അൽബാനി സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2ാമത്തെ തെളിവ്, ഒരാൾ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് നബിയോട്, നബിയെ എനിക്ക് വസിയത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട 5 കാര്യങ്ങൾ എണ്ണി. ഇസ്ലാം കാര്യത്തിന് 5 കാര്യം നമുക്കറിയാലോ. ആ 5 കാര്യം എണ്ണിയപ്പോൾ നീ ഹജ്ജ് ചെയ്യുകയും ഉംറ നിർവഹിക്കുകയും ചെയ്യണം. അപ്പൊ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെ ഉംറയെയും അതിൽ നബി എണ്ണിയിട്ടുണ്ട്. വേറൊരു കാര്യം കൂടി എണ്ണി. അതെന്താണ്? ഭരണാധികാരിയെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ഇത് ഇമാം ഹാക്കിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് സഹീഹാണ് എന്ന നിലക്ക് ഇമാം ദഹബി രേഖപ്പെടുത്തിയത് കാണാം. 3ാമത്തേത് അബൂ സഈദ് അൽ ഖുദ്രി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അള്ളാഹു പറയുന്നു, ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹു പറയുന്ന ഹദീസ്, ഞാൻ ഒരു അടിമക്ക് ശരീരത്തിന് ആരോഗ്യം കൊടുത്തു, അവന് ഞാൻ ജീവിതത്തിൽ വിശാലത നൽകി, എന്നിട്ട് 5 വർഷം അവൻ ഉംറ നിർവഹിക്കാതെ എന്റെ അടുക്കലേക്ക് വരാതെ അവൻ കഴിച്ചുകൂട്ടി. ശരീരത്തിന് ആരോഗ്യമുണ്ട്, സാമ്പത്തികമായുണ്ട്. ഇത് രണ്ടുമാണല്ലോ ഇസ്തിതായത്ത് എന്ന് പറഞ്ഞാൽ.
കഴിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ ശാരീരികമായും സാമ്പത്തികമായും കഴിവുണ്ടാവും. ഇത് രണ്ടും അള്ളാഹു കൊടുത്തു. എന്നിട്ട് 5 കൊല്ലം വരെ അവൻ എന്റെ അടുക്കൽ വന്നില്ല. അള്ള പറയാണ്, അള്ളാന്റെ അടുക്കൽ തന്നെ അള്ള മക്കത്ത് കഴബ കുത്തിരിക്കുന്നുണ്ടോ? ഇല്ല, അള്ളാഹുവിന്റെ വീടാണ്. അപ്പൊ അവിടേക്ക് ചെന്നില്ല എന്നാ പറയുന്നത്. എങ്കില്ല മഹ്റൂമുൻ, അവൻ മഹ്റൂമാണ്. മഹ്റൂം എന്ന് പറഞ്ഞാൽ ദരിദ്രൻ, പാപ്പർ, അള്ളാഹുവിന്റെ നിയമത്ത് തടയപ്പെട്ടവനാകുന്നു. അപ്പോൾ എന്റെ അടുക്കലേക്ക് വന്നില്ല എന്നാൽ അതിൽ ഹജ്ജും പെടും ഉംറയും പെടും. അപ്പൊ എന്തുകൊണ്ടാ? ഇത് നിർബന്ധമാണ് എന്നതുകൊണ്ടാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. ഇത് ഇബ്നു ഹിബ്ബാൻ, അതുപോലെ തന്നെ യഅലഈ, ബൈഹഖി, അൽ ജാമിഉ സഗീർ, ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ അസ്സഹീഹ 1662 ഇതിലൊക്കെ ഈ ഹദീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഹദീസുകളിൽ നിന്നും പണ്ഡിതാഭിപ്രായങ്ങളിൽ നിന്നും പിന്നെ ഹജ്ജും ഉംറയും പൂർത്തിയാക്കുക എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ടുമൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഹജ്ജ് പോലെ ഉംറയും നിർബന്ധമാകുന്നു. അപ്പൊ ഉംറക്ക് പോകുന്ന ആളുകൾ ഞാനൊരു സുന്നത്തായ കാര്യത്തിന് പോവുകയാണ് എന്ന് വിചാരിക്കേണ്ട. നിങ്ങളൊരു നിർബന്ധമായ ബാധ്യത നിർവഹിക്കാൻ പോവുകയാണ്. അതുണ്ടായിട്ടാണല്ലോ പോണത്. ഒന്നുകിൽ സ്വന്തം കാശ് കൊണ്ടാകാം, അല്ലെങ്കിൽ മക്കള് പൈസ ഉണ്ടാക്കിയിട്ട് മക്കള് പറയാണ് ഉമ്മ ഉംറക്ക് പോയിക്കോളി, അപ്പൊ നിങ്ങൾ ഉംറക്ക് പോയിക്കോളി, അച്ഛന് പോയിക്കോളി, അവരെ പൈസ. അല്ലെ വേറൊരാള് പറയാണ് ഞാൻ എനിക്ക് പൈസ അയച്ചു പോയിക്കോ. ഒരു സാധനോട് ഒരു മുതലാളി പറഞ്ഞു, എല്ലാ ചെലവ് ആള് വായിച്ചു. എന്താ അയാൾക്ക് പൈസ കിട്ടി, അപ്പൊ അയാൾ പോലെ നിർബന്ധമാണ്. ആ പൈസ കൊണ്ട് വേറെ കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്റെ നാട്ടിൽ ഒരു മകൻ ഏതാണ്ട് എന്റെ പ്രായമുള്ള ഒരുത്തൻ ഓൻ ഉംറക്ക് പോയി, ആദ്യമായിട്ട് പോവാണ്. പോയി വന്നപ്പോ അവിടുന്ന് അവനൊരു തീരുമാനം എന്താണ്, ഒരു 10-70 80 വയസ്സുണ്ടോ അവന്റെ അടുത്ത വീട്ടിലാണ്. ഉമ്മനെ അച്ഛന് പറഞ്ഞേക്കണം, അതിന് അനുജനെ കൂടി ഏർപ്പാടാക്കി. അപ്പൊ അങ്ങനെ ഉണ്ടാവും മക്കൾ. എങ്ങനെ പോയാലും നമ്മളാലോ നമ്മുടെ സമ്പാദ്യമായ മക്കളാലോ മറ്റൊരാളാലോ സഹായം കിട്ടി നമുക്ക് പോകാൻ സാധിക്കുന്നുവെങ്കിൽ അവിടെ ഒരു ഫ്രീ ആയി, ഇത് റോസിയാണ്, സുന്നത്താണെന്ന് വിചാരിക്കേണ്ട. അള്ളാഹു തന്നൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഞാൻ ഒരു നിർബന്ധമായ കാര്യം നിർവഹിക്കാൻ പോകുന്നു എന്ന നിയ്യത്ത് നമുക്കുണ്ടാകണം. അതിനനുസരിച്ച് ബോധം നമുക്കുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ഉംറയുടെ ശ്രേഷ്ഠത. ഇത് കുറെ കാര്യങ്ങളുണ്ട്. ഈ കൂട്ടത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ചിലത് ഇവിടെ പറയും ഹജ്ജിൻ്റെത്, ബാക്കി ഹജ്ജ് പറയുന്നിടത്ത് പറയും. പൊതുവായി വരുന്നത് ഇവിടെ പറയാം. ഒന്ന്, കഫാറ. ഉംറ പാപമോചനമാണ്. ഹജ്ജിനെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉംറ മറ്റൊരു ഉംറ വരെ 2 ഉംറകൾക്കിടയിലുള്ള കഫാറത്താകുന്നു. കഫാറ എന്ന വാക്കിനർത്ഥം മൂടിക്കളയുന്നത് എന്നാണ്. 2 ഉംറകൾക്കിടയിലുള്ള പാപങ്ങളെ അത് കുഴിച്ചു മൂടുന്നു. കഫറ എന്ന് പറഞ്ഞാൽ മൂട്. കർഷകൻ, കാഫിർ എന്ന് പറഞ്ഞാൽ കർഷകൻ നടത്തുന്നുണ്ട്. കാരണം എന്താ, കർഷകൻ കന്നുപൂട്ടി നിലമുഴുത് ആ ചാലിൽ വിത്തിടുന്നു. അപ്പൊ വിത്ത് മൂടിപ്പോകുന്നു മണ്ണുകൊണ്ട്. അപ്പൊ മണ്ണിൽ വിത്ത് മൂടുന്നവൻ അതാണ് കർഷകൻ. ഓൻ കാഫറാണ്. കാഫർ എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിൽ കാഫറാണ്. മണ്ണ് കൊണ്ട് വിത്ത് മൂടുന്നവൻ കർഷകൻ. അപ്പൊ ഇവിടെ കഫറ എന്ന് പറഞ്ഞാൽ പാപങ്ങളെ ധാരാളമായി മൂടിക്കളയുന്നത്. കാണാത്ത തരത്തിൽ ആര് നോക്കിയാലും കാണില്ല. അള്ളാന്റെ ലിസ്റ്റ് പോലും ഉണ്ടാവില്ല. അതാണ് മത്സരയിൽ ഇങ്ങനെ വെളിവാക്കി കാണിക്കൂല. ലിസ്റ്റ് നല്ല മൂടിക്കളയും, മായ്ച്ചു കളഞ്ഞു. അങ്ങനെ ലിസ്റ്റിൽ നിന്ന് വരെ അള്ളാഹു വെട്ടിക്കളയുന്ന, പാപത്തെ മൂടിക്കളയുന്നതാകുന്നു ഉംറ. അപ്പൊ അതിലൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ എന്താണ്, ഒരു ഉംറക്ക് തന്നെ പോയി രണ്ടാമത്തെ ഉംറക്ക് നീയന്ത്രാട് എല്ലാ കൊല്ലം ഉംറക്കാണ്. ഇവിടെ കെട്ടിക്കാത്ത എത്ര കുട്ടികളുണ്ട്. ഓന് പൈസ കൊടുത്തു, ആ കുട്ടിക്ക് പൈസ കൊടുത്തൂടെ, മറ്റൊരു വീണ്ടായി കൊടുത്തിട്ട് അതൊക്കെ ചെയ്യാം. പക്ഷെ രണ്ടാമത്തെ ഉംറ ചെയ്തുകൂടാ, മൂന്നാമത്തെ ഉംറ ചെയ്തുകൂടെ, എല്ലാ കൊല്ലം ഉംറ പോയിക്കൂടാ എന്നില്ല. ഹജ്ജ് അങ്ങനെ തന്നെയാണ്. രണ്ടാമത്തെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഹദീസിൽ ഇത് കാണാം, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ. നിങ്ങൾ ഹജ്ജിനെയും ഉംറയും തുടർത്തുക. എന്നാൽ കഴിയുന്ന ആളുകൾ കഴിവിനനുസരിച്ച് ഇടക്കിടക്ക് ഹജ്ജിന് പോകാം, ഇടക്കിടക്ക് ഉംറ ചെയ്യാം. എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന കാര്യം? അത് പാപങ്ങളെ പുറത്തു തരുന്നു. ഏതുപോലെ ഉല എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കാച്ചുന്ന കൊല്ലൻ കത്തിക്കുന്ന അടുപ്പിനാണ് ഉല എന്ന് പറയുക. ഇന്നിപ്പോ അത് കുറവാണ്. അപ്പൊ കരണ്ട് പല പണ്ടൊക്കെ കനല് വെച്ച് ഇപ്പുറത്തൊരു ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ ചക്രം പിടിപ്പിച്ച് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ബെൽറ്റ് കുടിക്കിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കും. കൊല്ലൻ ഉലയിൽ ഇരുമ്പിട്ട് അല്ലെങ്കിൽ വേറെന്തെങ്കിലും മെറ്റലിട്ട് കാച്ചിയാൽ ഈ കാച്ചിയെടുത്ത ഇരുമ്പിൽ എന്തുണ്ടാവില്ല, കറയുണ്ടാവുകയില്ല. അപ്പൊ കൊല്ലന്റെ ഉല ഇരുമ്പിന്റെ, സ്വർണത്തിന്റെ, വെള്ളിയുടെ തട്ടാൻ്റെതാണെങ്കിലും ആ തട്ടനാണല്ല സ്വർണ്ണം പുള്ളിയെ കുരുക്കുക. ആ കറയെല്ലാം നീക്കി ഈ ലോഹത്തെ എങ്ങനെ കളങ്കമില്ലാത്തതാക്കി മാറ്റുന്നുവോ അതുപോലെ പാപമെന്ന കളങ്കത്തെ നിങ്ങളിൽ നിന്ന് നീക്കുന്നു. ഓ, എത്ര നല്ല ശുദ്ധീകരണമാണ്. മസ്കൂൽ, കടഞ്ഞെടുത്തത്. അപ്പൊ നമ്മെ പാപത്തിൽ നിന്ന് കടഞ്ഞെടുക്കുന്നതാണ്. അതുകൊണ്ട് ഹജ്ജും ഉംറയും നിങ്ങൾ തുടർത്തുക. പിന്നെയോ സ്വർഗം, അതും ആ ഹദീസിൽ നേരത്തെ വായിച്ച ഹദീസിലും കാണാം. അത് മൂന്നാമത്തെ ഒരു ശ്രേഷ്ഠതയാണ്. ഇതിലും പറയുന്നുണ്ട്, സ്വർഗമല്ലാതെ ഇങ്ങനെയുള്ള ഹജ്ജിനോ ഉംറക്കോ പ്രതിഫലമില്ല. പിന്നെയോ വേറൊരു കാര്യം, ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കെട്ടുകണക്കിന് പൈസ അട്ടിക്ക് വെച്ചതും ബാങ്കിലിട്ടതൊക്കെ അതിന്റെ പൈസ ഉള്ള എത്ര പണക്കാരായ മനുഷ്യന്മാർ ഹജ്ജിന് പോകാത്തവരുണ്ട്.
സർക്കാർ സർവീസിൽ മാസം തോറും 50,000-ഉം 90,000-ഉം 1,00,000-ഉം 1,00,000-ത്തിന് മേലെയും ഒക്കെ മാസം തോറും ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതിനേക്കാൾ ശമ്പളം വാങ്ങുന്ന സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്നവരും കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കുന്നവരും ഗൾഫിൽ പോയവരും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ഹജ്ജിനോ ഒരു ഉംറക്കോ പോകാത്ത എത്രയോ മനുഷ്യന്മാരെ നമുക്ക് നാട്ടിൽ കാണാം. എന്താ പേടി? ഓന് വിളി എത്തിയിട്ടില്ല. വിളി ഇല്ലായിട്ടല്ല, വിളി ഓന് കിട്ടിയില്ല എന്നോ പറയാം. അള്ളാന്റെ വിളി ഇബ്രാഹിം നബിന്റെ വിളിയൊക്കെ ഒന്നോ കടന്നുപോയി. പക്ഷെ ഓന്റെ മനസ്സിലേക്ക് അത് കയറിയിട്ടില്ല. പോയാൽ പൈസ തീരുമോ എന്നാണ് പേടി. അങ്ങനെ പിന്തിപ്പിക്കാൻ പിരിയുമ്പോൾ ചെറിയ പൈസ കൊണ്ട് സർവീസ് അനുസരിച്ച് ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുന്നവൻ ഓന്റെ എല്ലാ ഏർപ്പാടും നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ ഹജ്ജിന് ഉംറക്കോ പോകാൻ മാത്രം ഓന് കഴിയില്ല. ഓൻ പോകുന്നില്ല. ഒരിക്കൽ എന്റെ കൂടെ കുവൈത്തിൽ നിന്ന് കോഴിക്കോടുകാരനായ ഒരാൾ ഉംറക്ക് പോന്നു. 30 കൊല്ലം സൗദിയിൽ ജീവിച്ച ചെറുപ്പകാലത്ത് പോയതാ. 30 കൊല്ലം സൗദിയിൽ ജീവിച്ചിട്ട് ഈ 30 വയസ്സും 30 പിന്നെ എന്റെ വയസ്സും എനിക്ക് 50-60 വയസ്സുണ്ടാവുന്നു. അതുവരെ 18 മണിക്കൂർ ബസ്സിന് പോയാൽ മക്കത്തെത്താം. 30 കൊല്ലത്തിനടക്കം ഉംറക്ക് പോയിട്ടില്ല. ആദ്യമായി വരുന്നതിന്റെ കൂടെ പോയി വന്നപ്പോൾ പറയാണ്, നദ്വി എനിക്ക് ഒരുപാട് തെറ്റുപറ്റി. ഇത്രയും കാലം ഞാൻ പിന്തിപ്പിച്ചു. ഞാൻ അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ നടത്തി. വൈകിപ്പോയതിലേക്ക് ഖേദം തോന്നി. പൈസ ലൈറ്റല്ല, ആരോഗ്യലേറ്റല്ല. അങ്ങനെയാണ് ചില ആളുകൾ. അങ്ങനെ ഹജ്ജിന് ഉംറക്ക് പോയിട്ട് പണം തീർന്നു വിചാരിക്കണ്ട, അല്ലാതെയും പണം തീർന്നു വിചാരിക്കണ്ട. യംഫിയാനി അൽ ഫഖ്റ. ഹജ്ജിനും ഉംറക്കും പോയാൽ ദാരിദ്ര്യത്തെ തടയുന്നു. അപ്പൊ ഹജ്ജിനും ഉംറക്കും പൈസ തീരുകയല്ല, ദാരിദ്ര്യത്തെ അള്ളാഹു ഇല്ലാതെയാക്കും. അപ്പൊ ഭക്ഷ്യ വിശാലത കിട്ടുന്നവരുണ്ട്. എന്തൊരു വലിയ ഓഫറാ നോക്കൂ. പോകുന്ന യാത്രയുടെ ചെലവും അതിന്റെ പ്രയാസത്തിനും അനുസരിച്ച് കൂലി വർദ്ധിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, യാത്രയിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവും, വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. നമ്മൾ ബേജാറാണ്ട. എത്ര പ്രയാസം സഹിക്കുന്നുവോ പ്രയാസത്തിനനുസരിച്ച് കൂലി കൂടുതൽ കിട്ടുന്നു. എത്ര ക്ഷീണം നമുക്ക് അനുഭവപ്പെടുന്നുവോ അതിനനുസരിച്ച് കൂലി കിട്ടുന്നു. ഇപ്പൊ ഹജ്ജിനൊക്കെ പോയിട്ട് തിക്കിലും തിരക്കിലും പെട്ടാൽ മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് വരുമ്പോഴും മിനയിൽ നിന്ന് ജംറയിലേക്ക് പോകുമ്പോഴൊക്കെ തിക്കിലും തിരക്കിലും പെടുന്ന ആളുകളുണ്ട്. പണ്ട് മരിച്ചിരുന്നു. ഇപ്പോഴും മനുഷ്യന്മാരുണ്ടാക്കുന്ന തിരക്കുണ്ട്, അല്ലാതെ തിരക്കുണ്ടാവില്ല. പറഞ്ഞു കേൾക്കാത്തോണ്ടുള്ള തിരക്കേ ഉള്ളൂ. അങ്ങനെ പെടാം. നിന്നാൽ വീണു പോകാത്ത ആളുകൾ ഉണ്ടാവും. അത്രക്ക് തിരക്ക്. നമുക്കൊക്കെ അങ്ങനെ രോഗം പ്രശ്നമൊക്കെ വരാം. പക്ഷെ ഒന്നും ബേജാറാണ്ട. എത്ര പ്രയാസം അനുഭവിക്കുന്നുവോ അതിനൊക്കെ കൂലി കിട്ടും. അതാ നേരത്തെ പറഞ്ഞ യബ്തഗൂന ഫളൻ മിർ റബ്ബിഹിം. അല്ലാഹുവിൽ നിന്നുള്ള ഫള് പ്രതീക്ഷിക്കുക, റിദ്വാൻ പ്രതീക്ഷിക്കുക. ഈ പ്രതീക്ഷയാണ് കൂലി പ്രതീക്ഷിക്കുക എന്നുള്ള വലിയൊരു കാര്യമാണ്. അപ്പൊ കൂലി നമ്മൾ പ്രതീക്ഷിക്കണം, അള്ളാഹുവിനോട് ചോദിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ ഉംറ നിർവഹിക്കുന്ന സമയത്ത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ് കാണാം. അതായത് ഹജ്ജിന് വന്നു നബിന്റെ കൂടെ, എല്ലാവർക്കും ഹജ്ജ് ഉംറയും കിട്ടി. ആയിഷ റളിയല്ലാഹു മെൻസസ് ആയി, അങ്ങനെ ഉംറ ചെയ്യാൻ പറ്റിയില്ല. ഹജ്ജിന് ശേഷം ശുദ്ധിയായി. പിന്നെ ആയിഷാന്റെ കരച്ചിലും ആഗ്രഹം കണ്ടപ്പോൾ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നബി ഉംറ ചെയ്യാൻ വേണ്ടി അനുവാദം കൊടുത്തു. അങ്ങനെ തൻഈം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു 10-12 കിലോമീറ്റർ പോയാലെത്തുന്ന സ്ഥലം ആയിഷപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ നബി സഹോദരൻ അബ്ദുറഹ്മാന്റെ കൂടെയാണ് പറഞ്ഞയക്കുന്നത്, നബിന്റെ അളിയന്റെ ഒപ്പം. അപ്പൊ നബി ആയിഷനോട് പറയാണ്, വലാകിന്നഹ അലാ ഖദ്രി നസബികി വനഫഖതികി. നിനക്കുണ്ടാകുന്ന ക്ഷീണവും നീ ചെലവഴിക്കുന്ന അധ്വാനവും അതുപോലെ തന്നെ പണവും ഉണ്ടല്ലോ, അതിനനുസരിച്ചാണ് കേട്ടോ ഇത് ഉംറക്കുള്ള കൂലി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹാക്കിം തന്റെ മുസ്തദ്റക്കിൽ ഉദ്ധരിച്ച ഹദീസിൽ ഇന്ന ലക്കി മിനൽ അജ്രി എന്നുണ്ട്. ആദ്യത്തില് കൂലി എന്ന് പറയില്ല, അതാണ് എന്ന് പറയുന്നുണ്ട്. കൂലിയിൽ നിന്ന് നിന്റെ ക്ഷീണത്തിനും നീ ചെലവഴിക്കുന്നതിനും അനുസരിച്ചാണ് നിന്റെ കൂലി എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മൾ എത്ര പ്രയാസപ്പെടുന്നുവോ, എത്ര ബുദ്ധിമുട്ടുന്നുവോ, എത്ര സഹിക്കുന്നുവോ, എത്ര ക്ഷമിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ കൂലി കൂടും എന്നത് ഹജ്ജിന്റെ യാത്രയുടെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇവിടെയും യാത്ര പീഡനമാണ് എന്ന കാര്യം നമ്മൾ ഓർക്കുക. മറ്റൊന്ന്, ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾ അവരാരാണ്? വഫ്ദുള്ളയാണ്. അള്ളാഹുവിന്റെ വഫ്ദാണ്. വഫ്ദ് എന്നാൽ നിയുക്ത സംഘം. ഇപ്പൊ ഒരു രാജ്യത്തെ ഭരണാധികാരി അടുക്കലേക്ക് വേറെ രാജ്യത്ത് നിന്ന് പ്രതിനിധികൾ ചെല്ലും. അംബാസഡർമാരോ അല്ലെങ്കിൽ സർക്കാർ നിയോഗിക്കുന്ന ആളുകളോ, അല്ലെങ്കിൽ ഒരു ഗോത്രത്തിന്റെ പ്രതിനിധികളായി ഭരണാധികാരികളെ കാണാൻ വേണ്ടി ചെല്ലുക. അതിനൊക്കെ വഫ്ദ്, നിയുക്ത സംഘം. മക്കം 10 ശേഷം നബിന്റെ അടുക്കിലേക്ക് പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ കൂട്ടമായി വന്നു നബിനെ കാണാൻ. ഇതിനൊക്കെ വഫ്ദ് എന്നാണ് പറയാ, നിയുക്ത സംഘങ്ങൾ. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന നിയുക്ത സംഘം നസായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, വഫ്ദുല്ലാഹ്, അള്ളാഹുവിന്റെ വഫ്ദ്, അള്ളാഹുവിന്റെ നിയുക്ത സംഘം 3 കൂട്ടരാണ്. 1 അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ, 2 ഹാജി, 3 ഉംറ ചെയ്യുന്നവർ. അപ്പൊ ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകളാണ് 3-ൽ 2 പേർ. ഇവരൊക്കെ അള്ളാഹുവിന്റെ വഫ്ദാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഒരു ഭരണാധികാരി അടുക്കലേക്ക് ചെല്ലുന്നത് പോലെ ലോകത്തിന്റെ ഭരണാധികാരിയായ നമ്മുടെ റബ്ബായ നമ്മുടെ എല്ലാമായ
നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന, അള്ളാഹുവിന്റെ വിളികേട്ട് പോകുന്ന, അള്ളാഹുവിന്റെ ദാസന്മാരാകുന്ന നിയുക്ത സംഘമാണ് ഇത്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. വേറെ ഇബ്നു ഹിബ്ബാനും ഇബ്നു മാജയും ഉദ്ധരിക്കുകയും ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ അസ്സഹീഹിൽ ഉദ്ധരിക്കുകയും ചെയ്ത ഒരു ഹദീസിൽ ഇത് പറഞ്ഞതിന് ശേഷം ഒരു കാര്യം കൂടി കാണാം. എന്തുകൊണ്ട് വഫ്ദുള്ളയായി ദഅാഹും ഫഅജാബു? എന്തിനാണ് ഉംറക്കാരും ഹാജിമാരും മക്കത്തേക്ക് ചെന്നത്? അള്ളാഹു അവരെ വിളിച്ചു, അള്ളാഹുവിന്റെ വിളി കേട്ട് അവർ മറുപടി നൽകി. അള്ളാഹിന്റെ വിളി നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇബ്രാഹിം നബി പണ്ട് വിളിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അള്ളാഹു പറഞ്ഞു വാദിൻ ഫിന്നാസ്, ജനങ്ങളിൽ ഈ വിളംബരം ചെയ്യുക, അവർ വരട്ടെ ഹജ്ജിന് വേണ്ടി. കഅബ ഉണ്ടാക്കിയതിനു ശേഷം ഇബ്രാഹിം നബിയെ കൊണ്ട് അള്ളാഹു പ്രഖ്യാപിച്ചു. നബി വിളംബരം ചെയ്തു ഹജ്ജിന്റെ സന്ദർഭത്തിൽ, അല്ലാതെ കൽപ്പിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ, ഇബ്രാഹിമിന്റെ, മുഹമ്മദ് നബിയുടെ അലൈഹിമുസ്സലാം ഇവരുടെ ഒക്കെ വിളിയുണ്ട്. ആ വിളി കേട്ട് ഫഅജാബൂഹു, അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയവരാകുന്നു ഈ ആളുകൾ. അങ്ങനെയാണ് അവർ മക്കത്ത് വന്നത്, ഹജ്ജിന്റെ സ്ഥലങ്ങളിൽ വന്നത്. അതുകൊണ്ട് ഇവർ അള്ളാഹുവിന്റെ വഫ്ദാണ് എന്ന് ഹദീസുകളിൽ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ബോർഡുകൾ കാണാം. കരിപ്പൂര്, നെടുമ്പാശ്ശേരിയൊക്കെ ഹജ്ജ് ഹൗസിൽ വലിയ ബോർഡ് വെക്കും. ഹജ്ജ് ക്യാമ്പിൽ എന്താണ്? ളുയൂഫുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അതിഥികൾ. ളുയൂഫുർ റഹ്മാൻ എന്ന ഒരു പ്രയോഗം ഹാജിമാരെ കുറിച്ച് അല്ലെങ്കിൽ ഉംറക്കാരെ കുറിച്ച് ഖുർആനിലോ ഹദീസിലോ കണ്ടിട്ടില്ല. എന്റെ പരിശോധന എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പ്രയോഗമല്ല, പക്ഷെ ആശയം ശരിയാണെന്ന് പറയാം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ അതിഥികളാണ്. എങ്ങനെ അതിഥിയാവുന്നത്? ഈ പറഞ്ഞ തന്നെ ദഅാഹും ഫഅജാബൂഹു, അള്ള വിളിച്ചിട്ട് വന്നവരാണ്. അള്ള വിളിച്ചിട്ട് അള്ളാഹിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ അവരാരാ? അള്ളാഹിന്റെ അതിഥികളാണ്. അപ്പൊ ആശയം അനുസരിച്ച് അത് ശരിയാണ്. പക്ഷെ ഒരു പ്രയോഗം ഹദീസിൽ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ വഫ്ദ് എന്ന പ്രയോഗം ഉണ്ട്. നേരത്തെ പറഞ്ഞ ആയത്തിൽ അള്ളാഹുവിന്റെ ഫളലും റിദ്വാനും തേടിപ്പോകുന്നവർ എന്നതും ഈ പ്രയോഗത്തെ സാക്ഷാത്കരിക്കുന്നു. ഇനി പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്ക് അല്ലെങ്കിൽ ആ യാത്രയിൽ ഉംറക്ക് പോകുന്നവൻ അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നവൻ മരിച്ചാൽ അവൻ ആരാണ്? യൈലഈ, ത്വയാലസി, അതുപോലെ തന്നെ അസ്സഹീഹ, അത്തർഗീബ് വത്തർഹീബ് എന്നീ ഗ്രന്ഥങ്ങളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സ്വഹീഹായ ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഹജ്ജ് ചെയ്യുന്നവനായി പുറപ്പെട്ടു, എന്നിട്ട് അവൻ മരണപ്പെട്ടു എങ്കിൽ, ഹജ്ജ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോ മുന്നേ മരിച്ചു, അല്ലെ ഹജ്ജിൽ മരിച്ചു, അല്ലെ ഹജ്ജ് കഴിഞ്ഞിട്ട് മരിച്ചു, പോയത് ഹജ്ജിനാണല്ലോ. അങ്ങനെ ഹജ്ജിന് പുറപ്പെട്ടവൻ, ഇവിടെ അത്രേ പറഞ്ഞുള്ളൂ, ഖറജ ഹജ്ജൻ ഫമാത, ഹജ്ജിന് പുറപ്പെടുകയും മരിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ ഹജ്ജ് കഴിഞ്ഞിട്ട് മരിച്ചാലും ഹജ്ജിന്റെ ഇടക്ക് മരിച്ചാലും പറയേണ്ടതില്ലല്ലോ. അങ്ങനെ മരണപ്പെട്ടാൽ കതബല്ലാഹു ലഹു അജ്റൽ ഹാജി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഹജ്ജ് ചെയ്യുന്നവന്റെ കൂലി അള്ളാഹു അവന് രേഖപ്പെടുത്തും. നോക്കണം അള്ളാഹിന്റെ പ്രയോഗം എന്താണ്? അജ്റൽ ഹാജി ഇലാ യൗമിൽ ഖിയാമ, ഒരു ഹജ്ജിന്റെ കൂലിയല്ല, ഖിയാമത്ത് നാൾ വരെ ഹജ്ജ് ചെയ്യുന്നവന്റെ കൂലി ഹജ്ജിന് പോയി മരിച്ചവന് അള്ളാഹു രേഖപ്പെടുത്തും. വമൻ ഖറജ മുഅ്തമിറൻ ഫമാത, ഒരാൾ ഉംറക്ക് പോയി എന്നിട്ട് മരണപ്പെട്ടു, കതബല്ലാഹു ലഹു അജ്റൽ മുഅ്തമിരി ഇലാ യൗമിൽ ഖിയാമ, അവൻ ഖിയാമത്ത് നാൾ വരെ ഉംറ നിർവഹിക്കുന്നവന്റെ കൂലി അള്ളാഹു അവന് രേഖപ്പെടുത്തും. അതങ്ങനെയാണ്. ഇതിന് മാത്രല്ല, ഒരാൾ എങ്ങനെ മരിക്കുന്നുവോ ആ കാര്യം ചെയ്യുന്നവനായി അള്ളാഹു അവനെ രേഖപ്പെടുത്തുകയും അവന്റെ ഫയൽ അങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്. നമുക്കൊക്കെ ഒരു ഫയലുണ്ട്. നമ്മുടെ ഫയല് അള്ളാഹു അവസാനത്തെ ഒപ്പ്, അവസാനത്തെ രേഖ എന്താണ്? നമ്മൾ അവസാനം ചെയ്യുന്ന അമലെന്തോ അതിന് കൂലി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. നമസ്കാരത്തിൽ മരിക്കുന്നവൻ അങ്ങനെയാണ്, നോമ്പ് നോട്ട് മരിക്കുന്നവൻ അങ്ങനെയാണ്, യുദ്ധത്തിൽ മരിക്കുന്നവൻ അങ്ങനെയാണ്. യുദ്ധത്തിൽ മരിക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ബാക്കി നോമ്പും നിസ്കാരമൊക്കെ സുജൂദിൽ മരിക്കുന്ന ആളുകളുണ്ട്, അത്തയ്യാത്തിൽ മരിച്ചു വീഴുന്ന ആളുകളുണ്ട്, സുജൂദിൽ മരിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്, നോമ്പുകാരനായി മരിച്ചവർ നമുക്കറിയാം. അങ്ങനെ പലരുണ്ട്. അവരെ അങ്ങനെ അവരുടെ ഫയൽ അള്ളാഹു ക്ലോസ് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ കൂലി കൊടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ ഈ കഴിഞ്ഞ റമദാനിൽ തലശ്ശേരി ആ ഭാഗത്തുള്ള ഒരു സഹോദരൻ നേരത്തെ അമുസ്ലിമായിരുന്നു. അമുസ്ലിമായിരുന്നല്ല, RSSന്റെ ശാഖയിൽ പ്രവർത്തിച്ച ഒരാളാണ്. അയാൾ പിന്നീട് ബാംഗ്ലൂരിൽ പോയിട്ടാണ് തോന്നുന്നു മുസ്ലിമായി, കുടുംബത്തെ മുസ്ലിമാക്കി, ഭാര്യയെ മുസ്ലിമാക്കി, ചില സഹോദരന്മാരെ മുസ്ലിമാക്കി. പോകാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ അദ്ദേഹം പണല്ല, ഒരാൾ പൈസ കൊടുത്തു. അപ്രതീക്ഷിതമായി ഇക്കഴിഞ്ഞ റമദാനിൽ ഉംറക്ക് പോയി ഉംറക്ക് നിർവഹിച്ച് ഇങ്ങോട്ട് പോരുന്ന കാര്യത്തെക്കുറിച്ചൊക്കെയുള്ള സംസാരിക്കുന്ന വോയിസ് കേട്ടിട്ടുണ്ട്. അയാൾ ആ പോരുന്നതിന്റെ തലേന്നോ മറ്റോ അവിടെ വെച്ച് പെട്ടെന്ന് മരണപ്പെട്ടു. 3-4 കുട്ടികളുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ഇതിൽപ്പെട്ടതാണ്. ഏത്? ഉംറക്ക് പോവുകയും എന്നിട്ട് മരണപ്പെടുകയും ചെയ്താൽ ഖിയാമത്ത് നാൾ വരെ ഉംറ ചെയ്യുന്നവന്റെ കൂലി അള്ളാഹു അവന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. നോക്കി എത്ര ഭാഗ്യവാന്മാരാണ് അവർ.
എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പോയിട്ട് തിരിച്ചു വരാത്ത ബാപ്പമാരുണ്ടാകാം, ഉമ്മമാരുണ്ടാകാം, ഭാര്യ ഉണ്ടാകാം, ഭർത്താവ് ഉണ്ടാകാം, മക്കളുണ്ടാകാം, ബന്ധുക്കൾ ഉണ്ടാകാം. ബേജാറാകണ്ട, ആശ്വസിക്കാം, സന്തോഷിക്കാം. എന്താ സന്തോഷം? നല്ല ഹുസ്നുൽ ഖാത്തിമ, നല്ല പര്യവസാനത്തിന്റെ മരണമാണ്. നമുക്കങ്ങനെ കിട്ടിയാൽ അത് മഹാഭാഗ്യമാണ്. ഒരു നഷ്ടവും വിചാരിക്കണ്ട, മഹാഭാഗ്യം. അതുപോലൊരു ഭാഗ്യം ദുനിയാവിൽ വേറെ കിട്ടാനില്ല, രക്തസാക്ഷിയാകുന്നത് പോലെയല്ലാതെ. പിന്നെ ഹജ്ജിലും ഉംറയിലും ഉള്ള കാര്യമാണ് തൽബിയത്ത് ചെല്ലുക. ആളുകൾ ചെല്ലാൻ പിശുക്കുന്ന ഒരു കാര്യവുമാണ് തൽബിയത്ത് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ത്വയാലസി അൽ ജാമിഉ സഗീർ, അതുപോലെ തന്നെ ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ അസ്സഹീഹ ഇതിലൊക്കെ രേഖപ്പെടുത്തിയ ഹദീസ് പറയുന്നില്ല, ആശയം പറയാം. ഇഹ്ലാൽ എന്നാണ് തൽബിയത്തിൽ പറയുന്ന ഒരു പേര്. അഹല്ല എന്ന വാക്കിനർത്ഥം ശബ്ദം ഉയർത്തുക എന്നാണ്. ഒച്ചണ്ടാക്കുക, ശബ്ദം ഉയർത്തുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയുക, അതിന് അഹല്ല എന്ന് പറയും. പിന്നെ അറവ് നടത്തുമ്പോ ബിസ്മി ചൊല്ലുക. ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ മനസ്സിലാക്കുക, വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് ശബ്ദമുയർത്തപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ പേരിലല്ലാതെ മൊയ്തീൻ ശേഖിന്റെ പേരിൽ, ബദ്രീങ്ങളുടെ പേരിൽ, നാഗൂർ പാപ്പന്റെ പേരിൽ, അല്ലെങ്കിൽ ഈസാ നബിന്റെ പേരിൽ, കന്യാമറിയത്തിന്റെ പേരിൽ എന്ന പേരിൽ അറുക്കുക. അവിടെ അള്ളാന്റെ പേരല്ല ചൊല്ലിയത്, തിന്നാൻ പാടില്ല, ഹറാമാണ്, ശവമാണ്. അപ്പോ ശബ്ദമുയർത്തുക എന്നാണ് അഹല്ല എന്ന വാക്കിനർത്ഥം. തൽബിയത്ത് ചൊല്ലുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ, അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ച് അഹല്ല എന്ന് പറഞ്ഞു കാണാം. തൽബിയത്തിനെ കുറിച്ച് അഹല്ല ബിത്തൗഹീദി, തൗഹീദ് കൊണ്ട് ശബ്ദമുണ്ടാക്കുക എന്ന് പറഞ്ഞ കാണുന്ന തൽബിയത്ത് തൗഹീദാണ്. അപ്പോ നബി പറയാണ്, അങ്ങനെ തൽബിയത്ത് ഉച്ചരിക്കുന്ന ഒരുത്തനും ഉച്ചരിക്കുകയില്ല അവന് സന്തോഷവാർത്ത അറിയിച്ചിട്ടല്ലാതെ. ഹജ്ജിന്റെ സന്ദർഭത്തിലാണെങ്കിൽ തക്ബീർ ചെല്ലാം, യാത്രക്കിടയിൽ നേരത്തെ പറഞ്ഞ തക്ബീറുകളുണ്ട്. അങ്ങനെ ഒരുത്തരും തക്ബീർ ചെല്ലുകയില്ല അവനും സന്തോഷ വാർത്ത അറിയിച്ചിട്ടല്ലാതെ. എന്താന്ന് നബി പറഞ്ഞില്ല. സഹാബികൾ ചോദിച്ചു, എന്താ നബിയെ സന്തോഷ വാർത്ത? അപ്പൊ സ്വർഗമാണോ എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അതെ. അപ്പൊ തൽബിയത്ത് ചൊല്ലുന്നവന്, തക്ബീർ ചൊല്ലുന്നവന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്നു. നിനക്ക് സ്വർഗമുണ്ട്, നിനക്ക് സ്വർഗമുണ്ട്, നിനക്ക് സ്വർഗമുണ്ട്. എത്ര വട്ടം പറയുന്നുവോ അത്രയും തവണ. ഇതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. നോക്കൂ, ഇതൊക്കെ നമ്മൾ വളരെ പിശുക്കന്മാരാണ്. ബസ് കയറി ഉറങ്ങുക, ഫ്ലൈറ്റ് കയറി ഉറങ്ങുക, അങ്ങനെ ഉറങ്ങി തീർക്കും. തൽബിയത്ത് ചെല്ലാനുള്ള അവസരങ്ങളൊക്കെ പാഴാക്കും. ഒരുപാട് അവസരം നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ ഇത് ഓർക്കണം, ഉറങ്ങാൻ ഇനിയും സമയമുണ്ട്. ക്ഷീണം മാറ്റി വെക്കുക. തൽബിയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയുണ്ട് പറയും ചില കാര്യങ്ങൾ. രണ്ടാമതായി അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഒരു മുസ്ലിമും തൽബിയത്ത് ചെല്ലുകയില്ല അവന്റെ തൽബിയത്ത് ചെല്ലുന്നവന്റെ വലതുവശത്തോ ഇടതുവശത്തോ ഉള്ള കല്ലാകട്ടെ, മരമാകട്ടെ, മൺകട്ടയാകട്ടെ, ഭൂമി ഇതാ ഇവിടെ 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 അവസാനിക്കുന്നതുവരെ ഉള്ള മരങ്ങളും കല്ലുകളും ചളിക്കട്ടകളും എല്ലാം എന്ത് ചെയ്തിട്ടല്ലാതെ, ഇത് കേട്ട് തൽബിയത്ത് ചൊല്ലിയിട്ടല്ലാതെ. അവിടെ മാത്രല്ല, ഹദീസ് പറഞ്ഞാൽ ഹത്താ തൻഖതിഅൽ അർളു മിൻ ഹാഹുനാ വഹാഹുനാ, അവിടെയും ഇവിടെയും ഭൂമി അവസാനിക്കുന്നത് വരെ, ഭൂമി എവിടം വരെ ഉണ്ടോ അവിടം വരെ ഇത് കേട്ട് കേട്ട് കല്ലും മരവും ചളിക്കട്ടയും, ഇതില്ലാത്ത ഭൂമി എവിടെ ഉണ്ടാകുക, അതെല്ലാം തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. അപ്പൊ തൽബിയത്ത് ചെല്ലുന്നവന്റെ തൽബിയത്ത് ഈ ജീവനില്ലാത്ത, റൂഹില്ലാത്ത, അചേതനമായ, നിശ്ചലമായ ഈ വസ്തുക്കൾ, മരത്തിന് ചലനമുണ്ട് എന്ന് പറയാം, ജീവനുണ്ടെന്ന് ചില ആളുകൾ പറഞ്ഞാൽ വളർച്ചണ്ടല്ലോ. കല്ലിനും മൺകട്ടക്കും ചളിക്കട്ടക്കും ജീവനില്ല, അത് അചേതനമാണ്. അതുപോലെ തന്നെ ചലിക്കാത്തതാണ്. ഇവ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്നാണ് തിർമിദി ഉദ്ധരിച്ച ഹദീസാണ്. ഷെയ്ഖ് അൽബാനി സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി തൽബിയത്ത് ഉറക്കെ ചെല്ലുക, പതുക്കെയല്ല. നബിയോട് ചോദിക്കപ്പെട്ടു, ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസ്, അയ്യുൽ ഹജ്ജി അഫ്ളൽ, ഏത് ഹജ്ജാണ് ഏറ്റവും ശ്രേഷ്ഠം? അൽ ഹജ്ജു വസ്സജ്ജു, രണ്ട് വാക്ക് അറബി ഭാഷ, അൽ ഹജ്ജു വസ്സജ്ജു. പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഹജ്ജ് എന്നാണ് ഒരു എന്തോ ഒരു ശബ്ദം മനസ്സിലായില്ലേ? ശബ്ദം ഉയർത്തുകയാണ്. എന്ത് ശബ്ദം ഉണ്ടാക്കുക? തല്ലൂടല്ല, പണക്കൂടി അച്ചുണ്ടാക്കല്ല, തൽബിയത്ത് കൊണ്ട് ശബ്ദമുയർത്തുക. അപ്പൊ തൽബിയത്ത് ചൊല്ലിയാ പോരാ, തൽബിയത്ത് ഉറക്കെ പറയുക എന്നതാണ് ഹജ്ജിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഇത് ഹജ്ജിന് മാത്രമല്ല, ഉംറക്കും തൽബിയത്ത് ഉണ്ടല്ലോ. അപ്പൊ ഉംറക്കും ബാധകമാണ്. ശബ്ദത്തിൽ തൽബിയത്ത് ചൊല്ലുക. എപ്പോഴാ ചെല്ലേണ്ടതെന്നല്ല ഇനി പറയാം. ഹജ്ജ് എന്നാൽ രക്തം കുത്തിച്ചാടുന്നതാണ്. ഏത് ഹജ്ജിനോ ഉംറക്കോ അതിന്റെ ഭാഗമായോ കഫാറത്തായോ ഫിദിയായോ ദമായോ ഒക്കെ അറുക്കുന്ന മൃഗങ്ങളെ അറുക്കുമ്പോൾ രക്തം കുത്തി ഒഴുകുന്നത്. അപ്പൊ മൃഗത്തെ അറുത്ത് രക്തം ഒഴുക്കുന്നതും അറക്കാന്ന് ഉദ്ദേശിക്കുന്നത് അറവും അറക്കുമ്പോൾ രക്തം ഒഴുകുന്നതും തൽബിയത്ത് കൊണ്ട് ശബ്ദമുയർത്തുന്നതാകുന്നു ഹജ്ജിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് നബി പറഞ്ഞു. ഇത് രണ്ടും ഉംറക്കും ഉണ്ട്. നബി ഉംറക്ക് പോകുമ്പോൾ മൃഗത്തെ കൊണ്ടുപോയിരുന്നു. നബി സ്വപ്നം കണ്ടുപോയില്ലേ 6-ാം വർഷം. എന്നിട്ട് ഖുറൈശികൾ തടഞ്ഞു, തിരിച്ചു പോന്നു. ഇഹ്റാമിലാണ്, ഉംറക്ക് പോകാൻ പറ്റില്ല. പക്ഷെ അവിടെ നിന്ന് കൊണ്ടുപോയ മൃഗത്തെ അറുത്ത് വിതരണം ചെയ്തിട്ടാണ് നബി
തിരിച്ചു പോരുന്നത്. പിറ്റത്തെ കൊല്ലം പോയി പിന്നെ ചെയ്തു. അപ്പോ ഉംറയുടെ ഭാഗമായി ഒരാൾക്ക് ഹറമിലേക്ക് ഹദിയയായി മൃഗത്തെ ഇറക്കാം. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ചെയ്യാം. ഹജ്ജിൽ നിർബന്ധമായ അറിവുണ്ട്, അല്ലാതെയും ഇറക്കാം. അപ്പോ ഹറവും തൽബിയത്തിന്റെ ശബ്ദം ഉണ്ടാക്കാൻ. ഇനി ഇമാം മുസ്ലിം റിവായത്ത് ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയാണ്. മക്കക്കും മദീനയ്ക്കും ഇടയിലുള്ള യാത്രയിൽ ഒരു താഴ്വരയിലെത്തി. താഴ്വര നമ്മളൊരു മലഞ്ചെരുവ്, വലിയ മലകൾക്കിടയിലുള്ള താഴ്ന്ന പ്രദേശങ്ങൾ. അങ്ങനെ വാദിയിലെത്തിയപ്പോൾ നബി ചോദിച്ചു, ഏതാണ് ഈ താഴ്വര? അപ്പൊ സഹാബികൾ പറഞ്ഞു, ഇത് വാദി അൽ അസ്റഖ്. അൽ അസ്റഖ്, അസ്റഖ് എന്ന് പറഞ്ഞാൽ നീല എന്നർത്ഥം. അൽ അസ്റഖ് എന്നറിയപ്പെടുന്ന താഴ്വരയാകുന്നു ഇത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനിതാ ഇവിടെ മൂസാ നബിയെ കാണുന്നത് പോലെയുണ്ട്. മൂസാ നബി ഇങ്ങനെ കാണുന്നത് പോലെ അള്ളാഹു കാണിച്ചതനുസരിച്ച് നബി പറയാൻ, ഞാനിതാ മൂസയെ കാണുന്നത് പോലെയുണ്ട്. മൂസാ നബിയുടെ നിറവും മൂസാ നബിയുടെ മുടിയുടെ രൂപങ്ങളും മൂസാ നബിയുടെ ആകാര രീതിയും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. എന്നിട്ടതാ മൂസ രണ്ട് ചെവിയിലും വിരലുകൾ വെച്ചിട്ടുണ്ട്, ബാങ്ക് കൊടുക്കുന്നത് പോലെ. എന്തിനാ അങ്ങനെ വിരലെക്കുന്നത്? ബാങ്ക് കൊടുക്കുമ്പോ ചെവിയിൽ വിരലെക്കുന്നതിനാ? ശബ്ദത്തിന് ഉയർച്ച കിട്ടാൻ. അത് സുന്നത്താണ്. ഇപ്പൊ മൈക്ക് കൊടുക്കുകയാണെങ്കിൽ സുന്നത്താണ്. ഇപ്പൊ ചില ആൾക്കാർ മൈക്ക് ഉണ്ട്, അപ്പോൾ സുന്നത്തില്ല, അവിടെ ഇങ്ങനെ ബാങ്ക് കൊടുത്തായി അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് സുന്നത്തില്ല. അത് മൈക്ക് ഉണ്ടെങ്കിൽ നബി പഠിപ്പിച്ച സുന്നത്താണ്. അപ്പോ മൂസാ നബി രണ്ട് ചെവിയിലും ബാങ്ക് വിരൽ വെച്ചിരിക്കുന്നു. ലഹു ജുആറുൻ ഇലല്ലാഹി ബിത്തൽബിയ. മൂസാ നബിയെ ഞാൻ കാണുന്നത് ചെവിയിൽ രണ്ട് വിരലുകൾ വെച്ച് അള്ളാഹുവിലേക്ക് തൽബിയത്ത് കൊണ്ട് ഒരു ജുആർ, നിലവിളി ഉള്ളവനായി എന്ന് പറഞ്ഞാൽ ഉറക്കെ മൂസാ നബി രണ്ട് ചെവിയിലും രണ്ട് വിരലുകൾ വെച്ചുകൊണ്ട് ശബ്ദത്തിൽ തൽബിയത്ത് ചെല്ലുന്നവനായി ഞാൻ ഇതാ മൂസയെ കാണുന്നു. നോക്കൂ, എന്നോ മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടില്ലാത്ത മൂസയ നബിയെ നബി കണ്ടതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വഹിയും കഴിവും അനുസരിച്ച് നബി വിശദീകരിച്ചു കൊടുക്കുന്നത് തൽബിയത്ത് ചൊല്ലി പോകുന്ന ആളായിട്ടാണ്. എവിടെ? ഈ താഴ്വരയിലൂടെ മൂസാ നബി നടന്നു പോകുന്നതായി ഞാനിതാ കാണുന്നു. പിന്നെ അല്പം കൂടി സഞ്ചരിച്ചു, വേറൊരു കുന്നിന്റെ അടുക്കലെത്തി. ഇത് താഴ്വരയാണ്. പിന്നെ ഒരു കുന്നിന്റെ അടുത്തെത്തി. അപ്പൊ നബി ചോദിച്ചു, ഏതാണ് ഈ കുന്ന്? അപ്പൊ സഹാബികൾ പറഞ്ഞു, ഇത് ഹർഷ എന്ന് പറയുന്ന കുന്നാണ്, അല്ലെങ്കിൽ ലിഫ്റ്റ് എന്ന് പറയുന്ന കുന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെ ഇതാ ഞാൻ യൂനുസിനെ കാണുന്നു. വേറെ ഹദീസിൽ കാണാം യൂനുസ് ബിൻ മത്ത എന്നാല് ബൈബിളിൽ പറയുന്ന, ക്രിസ്ത്യാനികൾ പറയുന്ന മത്തായി, യൂനുസ് ബിൻ മത്തായി, മത്തയുടെ മകൻ യൂനുസിനെ ഞാൻ കാണുന്നു. ഇതിൽ മത്താന്നില്ലാതെ മുസ്ലിം ഹദീസാണ്. വേറെ ഉള്ളതിൽ ബാപ്പനെ കൂടി പറഞ്ഞിട്ടുണ്ട്. യൂനുസ് ബിൻ മത്തായി കാണുന്നു. അദ്ദേഹം അതാ ഒരു ചുവന്ന ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നു. അദ്ദേഹം ഒരു രോമത്തിന്റെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഒട്ടകത്തിന് മൂക്കുകയർ ഇട്ടിട്ടുണ്ട്. അത് ഒരു നാരിന്റെ മൂക്കുകയറാണ്. നോക്ക് എത്ര കൃത്യം, നാര് കൊണ്ടുണ്ടാക്കിയ ഒരു മൂക്കുകയർ. ഒട്ടകമാകട്ടെ തടിച്ചു കൊഴുത്ത ഹുൽബ ഒട്ടകമാകുന്നു. ഈ താഴ്വരയിലൂടെ യൂനുസ് അതാ നടന്നു പോകുന്നു. മാറൻ ബിഹാദൽ വാദി മുലബിയ, തൽബിയത്ത് കൊണ്ട് ഈ താഴ്വരയിലൂടെ നടക്കുന്നതായി ഇതാ ഞാൻ കാണുന്നു. അതൊക്കെ രണ്ടാൾക്കാരായി, മൂസാ നബിയും കലീമുല്ലാഹി മൂസ, പിന്നെ യൂനുസ് ബിൻ മത്തായി. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത 166 നമ്പർ ഹദീസ്. ഇനി വേറെ ഒരു ഹദീസിൽ അത്തർഗീബ് വത്തർഹീബിൽ മൂസാ നബിയെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. നബി പറയാൻ, നബി ഇങ്ങനെ യാത്ര പോകുമ്പോ ഒരു സ്ഥലത്തെത്തി. അപ്പൊ നബി പറഞ്ഞു, ഇതാ ഈ റൗഹ എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ, റൗഹ എന്ന് പറഞ്ഞാൽ മക്കയ്ക്കും മദീനക്കും ഇടക്കാൻ, മദീനയിൽ നിന്ന് 56 മൈല്, 50 കിലോമീറ്റർ ഉണ്ടാവും. അതിന്റെ ഒരു 3 കൂട്ടിയാൽ മതി. 36 പ്ലസ് 3 അല്ല 3 പകുതിയിലധികം, അതായത് 1600 ഒരു കിലോമീറ്റർ എന്നാൽ. ഒരു മൈല് 1600 കിലോമീറ്റർ ആണ്. അപ്പോ 50 കിലോമീറ്റർ, 50-ലധികം, അത്ര ദൂരം മദീനത്ത് നിന്നുള്ള സ്ഥലമാണ് റൗഹ. ഈ റൗഹ എന്ന് പറയുന്ന സ്ഥലത്തുകൂടെയാണ് നബി ബദർ യുദ്ധത്തിന് പോയത്. നബി മക്കം ഫതഹിന് വേണ്ടി ഹിജ്റ 8-ാം കൊല്ലം മക്കയിലേക്ക് പോയത് ഈ സ്ഥലത്തിലൂടെയാണ്. നബി 9-ാം കൊല്ലം ഹജ്ജിന് വേണ്ടി പോയത് റൗഹ എന്ന് പറയുന്ന സ്ഥലത്തിലൂടെയാണ്. അപ്പൊ നബി 3 വട്ടം നടത്തിയ യാത്രയും റൗഹ എന്ന, അതായത് ബദറിലേക്ക് എത്തേണ്ട, ബദറിലേക്ക് പോകുന്ന വഴി ആണ്. ആ റൗഹയിലൂടെയാണ് നബി പോയത്. അവിടെ എത്തിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ റൗഹയിലൂടെ 70 നബിമാർ നടന്നു പോയിട്ടുണ്ട്. ആ 70 നബിമാർ ഹുഫാത്തൻ, നഗ്നപാതരായിരുന്നു. നോക്കണങ്ങള്, നടന്നുപോയ 70 നബിമാർക്ക് ഷൂ ഉണ്ടായിരുന്നില്ല, സോക്സ് ഉണ്ടായിരുന്നില്ല, കാലിൽ വെച്ച് കെട്ടിയ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. മണലാണ്, കല്ലാണ്, കൂർത്ത കല്ലുകൾ, വലിയ കല്ലുകൾ, അതുപോലെ തന്നെ കറുത്ത കൊണ്ടുപോയി കൂട്ടിയിട്ടതുപോലെ വലിയ ടിപ്പറിൽ കൊണ്ടുപോയി കൂട്ടിയാൻ തോന്നും. അങ്ങനെ കിലോമീറ്റർ കണക്കിന് പ്രദേശങ്ങൾ, കല്ല് നിറഞ്ഞ പ്രദേശങ്ങൾ മക്കയിൽ നിന്ന് മദീനത്ത് പോകുമ്പോൾ കാണാം, കണ്ടിട്ടുണ്ടാവും. കുരങ്ങന്മാർ മാത്രമേ അവിടെ കാണൂ. എങ്ങനെ ഈ കുരങ്ങന്മാർ പാറക്കെട്ട് കൂടുന്നറിയില്ല. അങ്ങനെ സ്ഥലങ്ങൾ ഇതിലൂടെ ഒക്കെ നടന്നു പോകുന്നു. ഹുഫാത്തൻ, കാലിൽ ചെരുപ്പില്ലാതെ നമ്മൾ പോകുന്ന സുഖവും
പ്രവാചകന്മാർ പോയി അനുഭവിച്ച പ്രയാസങ്ങളും നമ്മൾ ഓർക്കണം. അപ്പോഴേ നമ്മുടെ യാത്രയുടെ സുഖം മനസ്സിലാവുള്ളൂ. അപ്പോഴേ പിറുപിറുക്കൽ മാറുള്ളൂ, പ്രയാസങ്ങൾ സഹിക്കാൻ കഴിയുള്ളൂ. അലൈഹിമുൽ അബാ, അവരുടെ മേൽ അബാ ഉണ്ട്. ഇബാഅത്ത് എന്നാണ് നമ്മളിവിടെ പറയില്ല, ഇബാ അല്ല അബായ എന്നല്ലേ. അബായ എന്ന് പറഞ്ഞാൽ പർദ്ദ എന്നാണ് അർത്ഥം. ഒന്നായി മൂടുന്ന വസ്ത്രം, ആണ് ധരിക്കുന്നതും പെണ്ണ് ധരിക്കുന്നതും രണ്ടിനും ഇബാ എന്ന് പറയും. ഇപ്പോ നമ്മുടെ നാട്ടില് അബായ എന്ന് പറയുന്നു, അബായ പർദ്ദ. അബായ എന്ന് പറഞ്ഞാൽ തന്നെ പർദ്ദ, ഒന്നായി മൂടുന്ന വസ്ത്രം. നമ്മളെ നാട്ടിൽ കാണുന്ന അബായ പർദ്ദയല്ല. പെണ്ണുങ്ങളൊക്കെ പോയി അബായ എന്ന് തന്നെ വാങ്ങുമല്ലോ. അബായ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബട്ടർഫ്ലൈ എന്തൊക്കെ മോഡൽ ഉണ്ട്, താഴത്ത് ഇങ്ങനെ വട്ടത്തിലുള്ളത്, കൊട പോലുള്ളത്, നടു ഇടുങ്ങിയത്. നബി എവിടെ വിശാലാക്കാൻ പറഞ്ഞോ അവിടെ ഇടുങ്ങി, അരന്റെ ഭാഗത്ത്, അരക്കെട്ടിന്റെ ഭാഗത്ത്, ഊരന്റെ ഭാഗത്ത്, അതൊക്കെ ഹറാമിന്റെ പർദ്ദയാണ്, നരകത്തിലേക്കുള്ള പർദ്ദ. ഇവിടെ പുരുഷന്മാരായ 50-70 പ്രവാചകന്മാർ ഒന്നായി മൂടുന്ന തോപ്പ് പോലെ, അല്ലെങ്കിൽ കന്തൂറ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദിസ്താശ, പല രാജ്യത്തും പല പേരാ, അങ്ങനെ മൂടുന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ട്. തൽബിയത്ത് ചൊല്ലി അതിലൂടെ ഈ ആളുകൾ നടന്നു പോകുന്നു. അക്കൂട്ടത്തിൽ മൂസാ നബിയുമുണ്ട്. നേരത്തെ കണ്ട മൂസയെ 70 ആളൊന്നായിട്ട് പോകല്ല, എല്ലാവരും ഒരു കാലം ജീവിച്ചില്ലല്ലോ, പല സമയത്ത് ജീവിച്ചതാണ്. അപ്പൊ പല 70ഓളം നബിമാർ ഇതുവഴിയാണ് പോയത്. ആ വഴിക്കാണ് 3 വട്ടം നബി പോയത്. ഒന്ന് 2 യുദ്ധത്തിന് വേണ്ടി, ഒന്ന് ബദർ, ഒന്ന് മക്കം ഫത്ഹ്, പിന്നൊന്ന് ഹജ്ജിന് വേണ്ടി. അപ്പോഴാണ് നബി ഇത് പറയുന്നത്, ഇത് 70 പ്രവാചകന്മാർ പോയ വഴിയാണ്. ചെരുപ്പില്ലാതെ നടന്നു, മേൽപ്പുരയില്ല, തണലില്ല, ഹോട്ടലില്ല, സത്രമില്ല, വഴിയമ്പലമില്ല, റെസ്റ്റോറന്റ് ഇല്ല, കൂൾബാറില്ല, ഒന്നുമില്ല. പിന്നെ മുസ്ലിം ഉദ്ധരിച്ച 1252 നമ്പർ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. തീർച്ചയായും മറിയമിന്റെ പുത്രനുണ്ടല്ലോ, അതാരാ? ഈസാ നബി. നേരത്തെ പറയാത്ത ഒരാൾ, നേരത്തെ പറഞ്ഞത് യൂനുസും മൂസയും 70 പ്രവാചകന്മാരും, അതിൽപ്പെട്ട ഒരാളിനാണ്. പക്ഷെ വേറെ സംഭവം പറയാം. മറിയമിന്റെ പുത്രൻ, അതായത് ഈസ, അദ്ദേഹമുണ്ടല്ലോ, അദ്ദേഹം ലയുഹില്ലന്ന, അദ്ദേഹം തൽബിയത്ത് ചെല്ലുക തന്നെ ചെയ്യും. ബിഫജ്ജിർ റൗഹാ, ഈ പറയുന്ന റൗഹാ പ്രദേശത്തിലൂടെ അദ്ദേഹം കടന്നു പോവുക തന്നെ ചെയ്യും. പോയി എന്നല്ല പറഞ്ഞത്, പോകുന്നാണ്. അപ്പൊ എന്തായാലും മനസ്സിലാക്കുക, എന്താണ് പറയും? കഴിഞ്ഞതാണോ വരാൻ പോണാണോ? വരാൻ പോണാണ്. ഈസാ നബി ഇറങ്ങി വരും, ഈസാ നബിയുടെ ഇസ്ലാം നടപ്പിലാക്കും, കുരിശു തകർക്കും, പന്നിയെ കൊല്ലും, അങ്ങനെ പല സംഭവങ്ങൾ നടക്കും. ഈസാ നബി ഹജ്ജിന് പോകും, റൗഹായിലൂടെയാണ് പോവുക. അങ്ങനെ പോകുമ്പോൾ ഈസാ നബി തൽബിയത്ത് ചൊല്ലിപ്പോകും. അപ്പൊ നോക്കൂ, ആ പ്രവാചകന്മാരുടെ, മുഹമ്മദ് നബിയുടെ മാതൃക പിൻപറ്റി അതേ വഴിയിലൂടെ ഇനി ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഈസാ നബി കടന്നു പോകും. ഇത് നമുക്കുള്ള പ്രതീക്ഷയുടെ വകയാണ്. ഖിയാമത്ത് നാളിന് മുമ്പ് ലോകം അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പോകും. അപ്പോ ഈ പറഞ്ഞതൊക്കെ തൽബിയത്തിന്റെയും ഇഹ്ലാലിന്റെയും കാര്യങ്ങളാണ്. പിന്നെ തവാഫ്, ഹജ്ജിലായാലും ഉംറക്കായാലും തവാഫുണ്ട്. തവാഫ് എന്ന് പറഞ്ഞാൽ കഅബയെ ചുറ്റുക എന്നാണ് അർത്ഥം. വലം വെക്കുകയല്ല, ഇടം വെക്കുക. സാധാരണ വലം വെക്കുക എന്നറിയുള്ളൂ, വലത്തല്ല, ഇടതുഭാഗമാണ് കഅബന്റെ നേരെ, വലതുഭാഗം പള്ളിന്റെ നേരെയാണ്. അത് തവാഫ് ശരിക്കും പിന്നെ പറയാം. അപ്പൊ കഅബയെ ചുറ്റുക, അതാണ് തവാഫ്. ഒരു വട്ടം ചുറ്റിയാ തവാഫ് ആവില്ല. ഹജറുൽ അസ്വദ് മുതൽ പിന്നെ അതിന്റെ അങ്ങോട്ടൊരു അർദ്ധവൃത്താകൃതിയിൽ ഒരു ഭാഗമുണ്ട്, ഹിജ്റു അൽ കഅബ. സാധാരണ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലം, അത് അള്ളാഹുവോ നബിയോ പഠിപ്പിച്ചതോ അവർക്ക് പരിചയമുള്ളതോ ആയ ഒരു പേരല്ല. പക്ഷെ ലോകത്ത് അറിയപ്പെടുന്ന ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയാം. ഇസ്മായിൽ താമസ സ്ഥലം, ഇസ്മായിൽ നാടിനെ കെട്ടിയ സ്ഥലം എന്നൊക്കെ, അത് പരിചയമല്ല, ഇത് പിൽക്കാലത്തുണ്ടായതാണ്. ഖുറൈശികൾ വെള്ളപ്പൊക്കത്തിൽ കഅബ പൊളിഞ്ഞപ്പോൾ കഅബ പടുത്തുയർത്തി. അവരടുത്ത് പൈസ, ഹലാലായ പൈസ കൊണ്ടാണ് ഖുറൈശികൾ ശിർക്കിലായ കാലത്ത് പോലും കഅബ കെട്ടിണ്ടാക്കിയതാണ്. പൈസ തീർന്നപ്പോ ഈ വളച്ചു കെട്ടിയ ഭാഗം മറ്റേ ഭാഗത്തിന് അത്ര പൊക്കിയില്ല. നമ്മൾ കാണുന്ന കറുപ്പിന്റെ അത്ര, ഒരാൾ കഴുത്തിന്റെ അത്ര ഉയരം, ഏതാണ്ട് തോളിൽ അത്ര ഉയരം ഉണ്ടാവും, ഒരു 1.5 മീറ്റർ അത്ര ഉയരത്തിൽ അർദ്ധവൃത്താകൃതിയിൽ വളച്ചു കെട്ടി. അങ്ങനെ കല്ലുകൊണ്ട് വളച്ചു കെട്ടിയ ഭാഗമായതുകൊണ്ടാണ് ഹിജ്റു അൽ കഅബ. കഅബയുടെ വളച്ചു കെട്ടിയ ഭാഗം അത് എവിടേക്കോ കൊണ്ടുപോയി. ഇസ്മായിൽ നബിക്ക് പരിചയമില്ലാത്ത ഒന്നിലേക്ക് കൊണ്ടുപോയിട്ട് ആൾക്കാർ ഹിജ്റു ഇസ്മായിൽ, ഇസ്മായിൽ താമസിച്ചത്, ഇസ്മായിൽ ആടിനെ കെട്ടിയത് പറഞ്ഞിട്ട്. അന്ന് അങ്ങനെയല്ല, അന്നും മുഴുവൻ പൊക്കിയിട്ടുണ്ടാക്കിയത്. പിന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അതാണ് ഇന്നുള്ളത്. ഖുറൈശികൾ കെട്ടിണ്ടാക്കിയ ഉയരത്തിലാണ് ഇന്നുള്ളത് കഅബ. അപ്പൊ അതുകൂടി കഅബയെ പെട്ടതാണ്, ഹജറുൽ അസ്വദിന്റെ മൂല. പിന്നെ അൽ ഇറാഖി, അശാമി, അൽ യമാനി, ഇറാഖ്, ഷാം, യമൻ, 4 ഭാഗത്തേക്ക് ചേർത്ത് 4 മൂല അറിയപ്പെടുന്നു. ഹജറുൽ അസ്വദ് ഉള്ളതിന് അർ റുക്ൻ, അല്ലെങ്കിൽ റുക്നുൽ ഹജറുൽ അസ്വദ്, കറുത്ത കല്ലുള്ള മൂല എന്നറിയപ്പെടുന്നു. ഇവിടെ തുടങ്ങി ഇങ്ങനെ ചുറ്റി ഹജറുൽ അസ്വദിന്റെ അടുക്കലേക്ക് തുടങ്ങിയിട്ട് തന്നെ എത്തി ഒരു ചുറ്റ്. അങ്ങനെ 7 ചുറ്റ് പൂർത്തിയാക്കുന്നതിനാണ് തവാഫ് എന്ന് പറയുന്നത്. ബാക്കി വിശദീകരണം പിന്നെ പറയാം. അങ്ങനെ ഒരു വട്ടം പൂർത്തിയാക്കിയാൽ ഒരു തവാഫായി, 7 എണ്ണാവൂല. ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ തവാഫല്ല. അത് ഹജ്ജിന്റെ ഭാഗമായി ചെയ്യാം, ഉംറയുടെ ഭാഗമായി ചെയ്യാം, ഇതൊന്നും അല്ലാതെ വെറുതെയും പോയി ചെയ്യാം.
പക്ഷെ ഇപ്പം അവിടെ അനുവദിക്കുന്നില്ല. കൊറോണക്ക് ശേഷം എപ്പോഴും പോയി ദിവസം 2, 3, 4, 5 വട്ടമൊക്കെ തവാഫ് ചെയ്യേണ്ടായിരുന്ന ആൾക്കാർ ചുരുങ്ങി 2 വട്ടമെങ്കിൽ തവാഫ്, സുബഹിക്കൊന്ന് രാത്രിയൊന്ന്, അല്ലെങ്കിൽ പല വട്ടം പോകും. ഇന്ന് ഇഹ്റാമിന്റെ വേഷത്തിലല്ലാത്ത ഒരു പുരുഷനെയും മത്താഫിലേക്ക് കടത്തുന്നില്ല. കൊറോണക്ക് ശേഷം ഉണ്ടായ നിയമമാണ്, ഹറാമായതുകൊണ്ടല്ല, സർക്കാർ വെച്ച നിയമം, ആളുകൾക്ക് സൗകര്യം ഉണ്ടാക്കാൻ. എന്നാൽ പെണ്ണുങ്ങളതിൽ ഭാഗ്യവാന്മാരാണ്. കാരണം പെണ്ണുങ്ങൾക്ക് ഇഹ്റാമിന് പ്രത്യേക വസ്ത്രമല്ല, സാധാരണ ധരിക്കുന്ന വസ്ത്രമാണ്, മേലെന്നായി മൂടുന്ന വസ്ത്രം. അപ്പൊ പെണ്ണിനെ തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾ കൂളായിട്ട് പോകും, ഒരു പ്രശ്നമില്ല. ഓൾക്ക് എപ്പോഴും പോയിട്ട് തവാഫ് ചെയ്യാം. കുടുങ്ങുന്നത് പുരുഷന്മാരാണ്. ഇഹ്റാമിന്റെ വേഷമല്ലാതെ പറ്റൂല. ഇപ്പോൾ തവാഫ് ചെയ്താലും ഈ പറയുന്ന കൂലികളുണ്ട്, ഹജ്ജിന്റെ ഭാഗമായാലും ഉംറന്റെ ഭാഗമായാലും അല്ലാതെയാണെങ്കിലും. എന്താ നബി പറയുന്നത്? ഇദാ തുഫ്ത ബിൽ ബൈത്തി ഖറജ്ത മിൻ ദുനൂബിക യൗമി വലദത്ത് ക ഉമ്മുക. അപ്പോ ഉമ്മ പ്രസവിച്ച ദിവസം നീ എങ്ങനെ ഉമ്മന്റെ വയറ്റിൽ പുറത്തേക്ക് വന്നുവോ അതുപോലെ പാപത്തിൽ നിന്ന് നീ മുക്തനാകും. ഹജ്ജിന് കൂലിയുണ്ട്, ഇവിടെ തവാഫിന് തന്നെ ഈ കൂലി പറഞ്ഞിട്ടുണ്ട്. ഇത് തൊബറാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തർഹീബിൽ കാണാം, അൽ ജാമിഉ സഗീറിൽ കാണാം. ഹസനാണ് എന്ന് പണ്ഡിതന്മാർ അതിനെ കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാ പാകമുഖങ്ങളും കഴുകിക്കളയാൻ പറ്റുന്ന ഒരു പണിയാണ് തവാഫ്. പിന്നെ മുടി കളയുക അല്ലെങ്കിൽ വെട്ടുക ഹജ്ജിന്റെയും ഉംറയുടെയും ഭാഗമായി, അതും ഇതിൽ പെട്ടതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയാം മുടി കളയലാണ് ഏറ്റവും നല്ലത്. കളയുന്ന ആളുകൾക്ക് വേണ്ടി 3 പ്രാവശ്യം നബി പ്രാർത്ഥിച്ചു. മുടി കളയുന്ന ആളുകൾക്ക് വേണ്ടി 3 വട്ടം നബി പ്രാർത്ഥിച്ചു. ചില ഹദീസ് കാണാം, കളയപ്പെടുന്ന ഓരോ മുടിക്കും കൂലിയുണ്ട്, ഓരോ മുടിക്കും കൂലിയുണ്ട്. അപ്പോ ഒരുത്തൻ ചോദിക്കുക, എന്റെ തലയിൽ കഷണ്ടിയാണ്, എന്റെ തലയിൽ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ തീരെ മുടിയില്ലാത്തവരുണ്ടാവും, ഒറ്റ പരിപൂർണ കഷണ്ടി. അപ്പോ ഓൻ എന്താ വിചാരിക്കുക, എന്റെ അതിൽ ഒറ്റ മുടിയില്ല, ഒറ്റ കൂലിയും കിട്ടില്ല. അത് അള്ളാഹ് തന്നോളൂ, നമ്മൾ കഷണ്ടി ആക്കിയതല്ല, അള്ളാഹു വെച്ചതാണ്, അത് നമ്മൾ കുറ്റക്കാരല്ല. അപ്പൊ കൂലി അള്ളാഹ് കണക്കാക്കും, നമ്മൾ ബേജാറണ്ട. അപ്പൊ മുടിയുള്ളവൻ അല്ലാത്തവൻ അള്ളാഹു നിശ്ചയിച്ചത്, മുടിക്ക് അനുസരിച്ച് കൂലി കിട്ടും എന്നൊക്കെ ഹദീസിലുണ്ട്. അപ്പൊ അത് പറഞ്ഞിട്ട് നബി പറഞ്ഞു അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ പ്രാർത്ഥിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ മുടി കളഞ്ഞ ആളുകൾക്ക് വേണ്ടി. അപ്പോഴൊക്കെ ആളുകൾ ചോദിച്ചു, അല്ല നബിയെ വെട്ടിയവർക്കോ, അല്ല നബിയെ വെട്ടിയവർക്കോ, അല്ല നബിയെ വെട്ടിയവർക്കോ. വെട്ടിയവർ ചോദിക്കാൻ, വെട്ടിയാലും മതി. അപ്പൊ ഞങ്ങൾക്കില്ലേ നിങ്ങളെ പ്രാർത്ഥന? 4ാമത്തെ വട്ടം നബി പ്രാർത്ഥിച്ചു. അപ്പോഴും ആരെ പറഞ്ഞു? കളഞ്ഞവരെ പറഞ്ഞു. അപ്പോൾ 4 പ്രാർത്ഥന നബിന്റേത് കിട്ടി. കളഞ്ഞവർക്ക് വേണ്ടി, വെട്ടിയവർക്ക് വേണ്ടി 4ാമത്തെ തവണയിൽ ചോദിച്ചപ്പോൾ നബി അവരെയും ഉൾപ്പെടുത്തി. അപ്പൊ ഏതാ ശ്രേഷ്ഠത മനസ്സിലാകുമല്ലോ. അപ്പൊ ഇതിന് പിന്നേക്ക് വെക്കണ്ടപ്പം തന്നെ പറയാ, വെട്ടുകയോ കളയുകയോ രണ്ടും പറ്റും. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും കൂലിയും നബി ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന അവർക്ക് വേണ്ടി മാത്രമല്ല, പിന്നെ ആർക്കാ? ലോകാവസാനം വരെ മുടി കളയുകയോ വെട്ടുകയോ ഹജ്ജിന്റെയോ ഉംറയുടെ ഭാഗമായി ചെയ്യുന്നവർക്ക് വേണ്ടി എല്ലാമുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ നമുക്കും കിട്ടും, ഇല്ലെങ്കിലോ നമുക്കത് ഒന്നേ കിട്ടുള്ളൂ. അപ്പൊ 4ഉം വേണോ നിങ്ങൾ തീരുമാനിക്കുക. അല്ല നമ്മളെ മുടിയാണോ വലുത്, നബിന്റെ പ്രാർത്ഥനയാണോ വലുത്, പാപം പൊറുക്കലാണോ വലുത്? അതല്ല മൊട്ടത്തലയുമായി പെണ്ണുങ്ങളത്തേക്ക് എങ്ങനെ പോകും, മൊട്ടത്തലയുമായി നാട്ടിലേക്ക് എങ്ങനെ പോകും, മൊട്ടത്തലയുമായി ഓഫീസിലേക്ക് എങ്ങനെ പോകും? ഈ ബേജാറും ഈ ഇസ്ലാം പഠിപ്പിച്ചതല്ലാത്ത നമ്മൾ പറയുന്ന ഉളുപ്പ്, അത് ഉളുപ്പല്ല, ഇത് കുറവാണ്. ഇസ്ലാം പഠിപ്പിച്ച ഹയാപ്പെടൂലത്. ഹയാ നന്മയെ തടയാൻ പാടില്ല എന്നാണ്, തിന്മയെ തടയാനാണ് ഉളുപ്പ് വേണ്ടത്. നമ്മളോ നമ്മെ ഉളുപ്പ് എന്തിൽ നിന്നാ തടയുന്നത്? നന്മയിൽ നിന്നാണ്. നബി പഠിപ്പിച്ച ഉളുപ്പ് എന്ന് മലയാളത്തിൽ പറയുന്ന ഹയാ, ലജ്ജ, നാണം എന്ന് പറയുന്നത് തിന്മയെ തടുക്കാനാണ്. നാണം കൊണ്ട് ഒരിക്കലും നന്മ തടയപ്പെടരുത്, നമുക്ക് തിരിച്ചാൽ. അപ്പൊ അത് വിചാരിച്ചിട്ടാരും കുറവ് വിചാരിച്ചിട്ട് മുടി കളയാതിരിക്കേണ്ടതില്ല. ഈ പറഞ്ഞ കൂടിയ കയ്യിൽ കിട്ടും. നിന്റെ തലയിൽ നിന്ന് വീഴുന്ന ഓരോ മുടിക്കും ഓരോ ഹസനത്തുണ്ട്. ഒരാളുടെ തലയിൽ എത്ര മുടി ഉണ്ടാവും എന്നെയൊക്കെ പറ്റുമോ? തലയിൽ നിന്ന് വീണുകൊണ്ടേയിരിക്കുന്നു, വീഴുന്നതിനനുസരിച്ച് മുളച്ചുകൊണ്ടേയിരിക്കുന്നു. നോക്കണം അള്ളാന്റെ സൃഷ്ടിപ്പ്. ഒരു മുടി വെക്കാൻ എത്ര വെച്ചുണ്ടാക്കാൻ എത്ര ആയിരങ്ങളാണ് ആളുകൾ ചെലവാക്കുന്നത് അല്ലെ? മുടി വെച്ച് പിടിപ്പിക്കാൻ മുടി കൃഷി, മുടി കൃഷി, ഇംഗ്ലീഷ് എന്തായാലും പേര് എനിക്കറിയില്ല, മലയാളത്തിൽ എന്താ പറഞ്ഞ, മുടി കൃഷി ചെയ്യാൻ, വെച്ച് പിടിപ്പിക്കുക. ഒരു മുടക്കില്ലാതെ അള്ളാഹ് തരുന്നതാണ്. ആ അള്ളാഹു ഒരു മുടക്കില്ലാതെ നമ്മൾ ചോദിക്കാതെ തന്നത്, അള്ളാഹു പറഞ്ഞ നക്ഷത്രമൊക്കെ കൂലി തരാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വെട്ടാൻ പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫളലും റിദ്വാനും അല്ലാതെ ഇടുന്നത് നേരത്തെ ആക്ഷേപിക്കുന്നില്ല, കാരണം നബി അനുവദിച്ചതാണ്. പക്ഷേ ശ്രേഷ്ഠം നേരത്തെ പറഞ്ഞതാണ്. കഅബയെ കൊണ്ട് ഇസ്തിംതാ, ഇത് ഇബ്നു ഹിബ്ബാൻ, ഹാക്കിം, അൽ ജാമിഉ സഗീർ, അസ്സഹീഹ ഇതിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അൽബാനി സഹീഹായി സ്വീകാര്യമെന്ന് പറഞ്ഞതാണ്. നിങ്ങൾ ഈ വീടിനെ കൊണ്ട് സുഖമെടുക്കുക, ഇസ്തംതിഉ, നിങ്ങൾ ഈ ഭവനത്തെ കൊണ്ട് സുഖമെടുക്കുക, ആസ്വദിച്ചോളൂ. ഏതാണ് ഈ ഭവനം?
കഅബ എന്ന അള്ളാഹുവിന്റെ വീട് കൊണ്ട് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ഫൈനഹു ഖദ് ഹുദിമ മറത്തൈൻ, നേരത്തെ 2 തവണ കഅബ പൊളിക്കപ്പെട്ടിട്ടുണ്ട് നബിന്റെ മുമ്പ്. വയുർഫഉ ഫിത്താലിസതി, മൂന്നാമത്തേതിൽ പൊളിക്കുകയല്ല ഉയർത്തപ്പെടും എന്ന് പറഞ്ഞാൽ കഅബ തന്നെ പൊളിച്ചു മാറ്റപ്പെടും. ഖിയാമത്ത് നാളിന്റെ മുമ്പ്, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അസ്സഹീഹയിൽ നമുക്ക് കാണാൻ സാധിക്കും. എത്യോപ്യക്കാരനായ കുറിയ കാലുള്ളവനായ കറുത്ത ഒരു നീഗ്രോ കഅബാലയത്തെ തകർത്ത് കളയും. അപ്പോ ഹജ്ജൊന്നുമില്ല, ഹജ്ജ് ചെയ്യാൻ വരാൻ ആളുകളില്ല. അങ്ങനെ ഒരു കാലം വരുന്ന സമയത്ത് പിന്നെ കഅബക്ക് ആവശ്യമില്ല. അപ്പോൾ കഅബ തകർക്കപ്പെടും ഖിയാമത്ത് നാളിന്റെ മുമ്പ്. കഅബാലയം ലോകത്തിന്റെ നിലനിൽപ്പാണ്. ഖിയാം എന്ന് ഖുർആൻ പറഞ്ഞത് കാണാം. 2 കാര്യങ്ങളെ കുറിച്ചാണ് ഖിയാം എന്ന വാക്ക് ഉപയോഗിച്ചത്. ഒന്ന് പൈസ, പണം നിലനിൽപ്പിന്റെ ആധാരമാണ്. പൈസ അല്ലേ മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ? അത് സ്വർണ്ണാകട്ടെ, വെള്ളിയാകട്ടെ, ദീനാറാകട്ടെ, റിയാലാകട്ടെ, പിന്നെ മറ്റേ യൂറോ ആകട്ടെ, ഡോളറാകട്ടെ, എന്തും ആകട്ടെ, അത് മനുഷ്യന്റെ നിലനിൽപ്പാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അതുപോലെ കഅബാലയം ലോകത്തിന്റെ നിലനിൽപ്പാണ് എന്ന് പറഞ്ഞാൽ കഅബ ഉണ്ടാവുന്ന കാലത്തോളമേ ലോകം നിലനിൽക്കുകയുള്ളൂ. കഅബ പൊളിക്കപ്പെട്ടാൽ പിന്നെ ഖിയാമത്ത് നാളാണ്. അതിന്റെ കുറച്ച് മുന്നായിട്ട് നശിപ്പിക്കപ്പെടും. അപ്പൊ ഖിയാം എന്ന വാക്ക് കൊടുത്ത് വിശേഷിപ്പിച്ച 2 കാര്യങ്ങളിൽ ഒന്നാണ് കഅബാലയം. അതുകൊണ്ട് തന്നെ അത് പൊളിക്കപ്പെടും എന്ന് നബി പറഞ്ഞു. അതുകൊണ്ട് പൊളിക്കപ്പെടുന്നതിന് മുമ്പ് ഇസ്തംതിഉ, ഈ ഭവനം കൊണ്ട് നിങ്ങൾ സുഖം അനുഭവിക്കുക. ആ സുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കഅബയുടെ ഉള്ളിൽ കയറി നമസ്കരിക്കുക, അത് കഅബ കൊണ്ടുള്ള ഒരു ഇസ്തിംതാഅ്. ഇനി നേരത്തെ പറഞ്ഞ അർദ്ധവൃത്താകൃതിയിലുള്ള ഹിജ്റു അൽ കഅബ എന്നറിയപ്പെടുന്ന വളച്ചു കെട്ടിയ ഭാഗത്ത് അത് കഅബയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അതിന്റെ 2 അറ്റത്ത് കഅബയോട് ചേർന്ന് 2 വഴി കാണാം ഉള്ളിലേക്ക് കടക്കാൻ. 2 ഭാഗത്തും കടുത്ത സെക്യൂരിറ്റിയാണ്. നേരത്തെ തിക്കി കിടക്കലായിരുന്നു. ഇപ്പൊ അവിടെ 2 ഭാഗത്തും പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ നിന്നിട്ട് വരിയാക്കി നിർത്തി ഓരോരുത്തരെ കടക്കുന്നു. ഏതാണ്ട് ആളുകളായാൽ ബ്ലോക്ക് ആക്കുന്നു. ഒരു 2 റക്അത്ത് സ്പീഡിൽ നമസ്കരിക്കാനുള്ള സമയം, അത് കഴിഞ്ഞാൽ പോയവരെ പുറത്താക്കുന്നു. അപ്പോഴേക്കും ഇങ്ങനെ വാതിൽ കൂടി വേറെ ആളുകളെ കയറ്റുന്നു. അപ്പൊ കുറച്ചേ നിന്നാൽ അതിന്റെ ഉള്ളിൽ കയറി നമസ്കരിക്കാം. അത് കഅബയിൽ വെച്ച് നമസ്കരിച്ച പ്രതിഫലവും മഹത്വവും അതിന് കിട്ടും. നമുക്ക് കഅബയിനുള്ളിൽ കയറാൻ കഴിയില്ല. കാരണം അത് മഹാന്മാരായ ആളുകൾക്കും കഅബ കഴുകുന്ന സമയങ്ങളിലും കില്ല മാറ്റപ്പോഴൊക്കെയാണ് തുറക്കുക. ആ സമയത്ത് രാഷ്ട്രപ്രതിനിധികളും ഭരണാധികാരികൾക്ക് അതിന്റെ കയറാൻ പറ്റുള്ളൂ. അപ്പൊ സാധാരണക്കാരൻ പറ്റിയതാണ് ഇത്. ഞാൻ മുമ്പൊരിക്കൽ നിന്നിട്ട് പിന്നെ അതിനുള്ളിലേക്ക് കയറിയിട്ടില്ല. എന്താ വെച്ചാൽ ആണും പെണ്ണും കയറി കുത്തിത്തിരക്കി റുക്കൂന് സുജൂദിന് പോയിട്ട് റുക്കൂവിന് പോലും സ്ഥലം കിട്ടൂല. അത്തയ്യാത്തൊക്കെ എങ്ങനെങ്കിലും ഇരുന്നിട്ട് ഒപ്പിക്കാൻ പറ്റുക. അങ്ങനെ പിന്നെ അതിൽ ഇടങ്ങാറാണ് വെച്ചിട്ട് ഒരു സുന്നത്തിന് ഒരുപാട് ഹറാമ ചെയ്യേണ്ട ആൾക്ക് ഞാൻ പിന്നെ ഒരിക്കലല്ലാതെ പിന്നെ ഞാൻ കയറിയിട്ടില്ല. എന്നാൽ ഇന്ന് കുറച്ചുകൂടി സൗകര്യമാണ്, പക്ഷെ നിൽക്കണം. അപ്പൊ ഒന്നതാണ് കഅബ കൊണ്ടുള്ള ഇസ്തിംതാഅ്. 2ാമത് പണ്ഡിതന്മാർ പറയുന്നത് തവാഫ്, കഅബക്കാണല്ലോ തവാഫ് ചെയ്യുന്നത്. കഅബക്കുള്ള കൊണ്ട് തവാഫ് ചെയ്യുക, അതിന്റെ സുന്നത്ത്. പിന്നെ ഹജറുൽ അസ്വദിനെ മുത്തൽ, റുക്നുൽ യമാനിയെ തൊടൽ, ഇതൊക്കെ അതുകൊണ്ടുള്ള ഇസ്തിംതാഅ്. എന്നാൽ വേറെ ചില ആൾക്കാർ കഅബ നോക്കിയിരിക്കുക എന്നത് പുണ്യമാണ് എന്നതിനെ വിശദീകരിച്ചാണ്. കഅബ ഇങ്ങനെ നോക്കി കുത്തിരിക്കുക. മത്താഫിൽ ഉണ്ടാവും ചില ആൾക്കാർ, നിസ്കരിക്കാൻ ആള് കാത്തുക്കുണ്ടാവും, പിന്നെ തവാഫ് ചെയ്യാൻ ആൾക്കാർ ബുദ്ധിമുട്ട്. എന്നാലും അവിടെ എണീറ്റ് പോകാതെ ഇളകാതെ ആണി അടിച്ചതുപോലെ ഇങ്ങനെ കുത്തിരിക്കും. അവന്റെ പണി എന്താ? ഇതിങ്ങനെ കുത്തിരുന്ന് ഇങ്ങനെ അങ്ങനെ നോക്കി കുത്തിരിക്കുക. അപ്പൊ എന്താ വെച്ചാല്